നമസ്തേ. എം ഉത്തമൻ KM കോടിയേരി. ഭഗവത്ഗീത, ദി സയൻറ്റിഫിക് ജേർണി ത്രൂ ഭഗവത്ഗീത ദി ഗ്രേറ്റ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിത് ഭഗവത്ഗീത ഞാൻ എൻ്റെ ഉത്തമൻ KM എന്നതാണ്. ഉത്തമൻ KM എന്ന് ആരടിച്ചാലും UTHAMAN KM യൂട്യൂബിൽ ആരടിച്ചാലും എൻ്റെ വീഡിയോ കിട്ടും. എല്ലാവരും എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് ഭഗവത്ഗീത ഈ എൻ്റെ ഇത് ഒരു തുടക്കം മാത്രം. ആധികാരികമായി ആധാരമായിട്ട് ഭഗവത്ഗീത ഒരു ആധാരമായിട്ട് ദി ബേസ് ഓഫ് നോളജ് വിച്ച് I will supply to the share to the people, my brothers in the entire world. So it is created for the entire world, not by me but by Lord Krishna, because it is not an ordinary work for even very intelligent man. It is done by the real Lord himself through me. I am only a medium. For this work. A man, not anyone could do this work until this time for Bhagavad Gita, giving English to the substances of each stanzas in Bhagavad Gita. ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങൾക്കും ഇംഗ്ലീഷ് നൽകുവാൻ അങ്ങനെ ആർക്കും ഇതുവരെ ആരും അതിന് ശ്രമിച്ചിട്ടുമില്ല, ആർക്കും കഴിയുകയുമില്ല. ഇത് ഞാനല്ല ചെയ്തത്, ഭഗവാൻ തന്നെയാണ്. ഇത് ഭഗവത്ഗീത ഭഗവാനല്ലാതെ മറ്റൊരാൾക്കും ബ്രഹ്മാവോ ശിവനോ ആരും പറഞ്ഞിട്ടില്ല, നൽകിയിട്ടില്ല. ഭഗവാന് മാത്രമേ നൽകാവൂ. ആ സന്ദർഭം തന്നെ നിങ്ങൾ എടുത്തു നോക്കണം. മഹാഭാരതത്തിൻ്റെ ആ രണ്ട് സൈന്യവും മുഖാമുഖം യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ മുഴുവനെ സ്തംഭിപ്പിച്ചിട്ട് അപ്പോഴാണ് അർജുനനെ കർമ്മനിരതനാക്കാൻ വേണ്ടി അതുവഴി എല്ലാവരെയും, ഭൂമിയിലുള്ള ലോകത്തിലുള്ള എല്ലാവരെയും കർമ്മനിരതനാക്കാൻ വേണ്ടി നൽകിയ ഒരു വലിയ സംഭവമാണ് ഭഗവത്ഗീത. നിസ്സാരമായ ഒരു പുസ്തകമാണെന്ന് കരുതി തമാശ തള്ളിക്കളയരുത്. ഇത് ഭഗവാൻ തന്നെ ഇംഗ്ലീഷിലുള്ളത്. മഹാഭാരതത്തിലെ എല്ലാ ഭാഷകളിലും പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെയല്ല. ഇംഗ്ലീഷ് സംസ്കൃതത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ കാര്യം പറയണമെങ്കിൽ വളരെ ഇതാക്കി എടുത്തിട്ട് വേണം പറയാൻ. പ്രസംഗം അങ്ങനെയാണ് പ്രസംഗങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ശ്ലോകത്തിൻ്റെ ആശയം ലേവലേശം മാറിപ്പോകാതെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ കഴിവല്ല. ജ്ഞാനപീഠം പുരസ്കാരത്തിന് ഞാൻ അർഹിക്കുന്നു എന്ന് 2 പ്രാവശ്യം പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. എന്നോട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, ഭഗവത്ഗീത ഉള്ളത് കൊണ്ട് അപേക്ഷിച്ചിട്ടില്ല. ഭഗവത്ഗീത കാരണം ഇംഗ്ലീഷ് ഭഗവത്ഗീത എൻ്റെ കഴിവല്ല ചെയ്തത് എന്ന് 100% ഞാൻ പറയുകയാണ്. ഇത് എന്നെക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്ത് അതിൻ്റെ ആദ്യകാലം മുതലേ എന്നിലൂടെ അത് വരികയായിരുന്നു. SSLC കഴിഞ്ഞതോടുകൂടി എനിക്ക് എൻ്റെ പഠിപ്പ് നിർത്തേണ്ട അവസ്ഥയിലായി. ഞാൻ വീട്ടിലെ വിഷമങ്ങൾ നിമിത്തം പത്രം കൊണ്ടുപോകാൻ പോയി. അതങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പോളിടെക്നിക്കിൽ ചേരുമായിരുന്നു. എനിക്കതായിരുന്നു താല്പര്യം. അപ്പോൾ പിന്നീട് റേഷൻ ഷോപ്പിൽ കയറി അങ്ങനെ കുറച്ചൊക്കെ സംഗതി ശരിയായപ്പോൾ പിന്നെ ഞാൻ സംസ്കൃതം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രീ ഡിഗ്രി സംസ്കൃതം പാസ്സായി. UP സ്കൂളിൽ ചേർന്നു. ഡിഗ്രി എടുത്തു. സംസ്കൃതത്തിൽ ഡിഗ്രി എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് BEd കഴിച്ചു.
പിന്നെ ഹൈസ്കൂളിൽ മലയാളം ത്തിൻ്റെ ഒഴിവ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി മലയാളം BA മുഴുവനും എഴുതി പാസ്സായി. അങ്ങനെ അത് പിന്നെ എനിക്ക് പഠിപ്പ് നിന്ന് പോയതായതുകൊണ്ട് മുഴുവൻ മേലോട്ട് പോകണം, PhD വരെ പോകണം എന്ന് തോന്നി. ഞാൻ എനിക്കൊരു സ്വാമി ഉണ്ടായിരുന്നു. സ്വാമി 3 ക്ഷേത്രങ്ങൾ, മൂന്നാമത്തെ 2 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ട് സ്ഥാപിച്ചിട്ട് ഇവിടെ 3ാമത്തെ ക്ഷേത്രം സ്ഥാപിക്കുകയാണ്. ആശ്രമമുണ്ട്, ക്ഷേത്രമുണ്ട്, സ്വാമി അവിടെ സമാധിയായിരുന്നു. ബാലഗോപാല ലക്ഷ്മണാനന്ദ ഓംകാരം ബാലഗോപാല ലക്ഷ്മണാനന്ദ സ്വാമിജി ഈ കേരളത്തിലുള്ള തിരുവല്ലിമല എന്നുള്ള അവിടെയാണ്. അപ്പോൾ ഞാനും എൻ്റെ കുടുംബമൊക്കെ പോകാറുണ്ട്. വെറും ആശ്രമത്തിലുള്ള ഒരു സ്വാമിമാരെ പോലെയല്ല, സ്വാമി ശരിയായ യോഗിയാണ്, കഴിവുണ്ട്, മനുഷ്യാതീതമായ കഴിവുകളുണ്ട്. ഞാൻ സ്വാമിയോട് ചോദിച്ചു, സ്വാമി എനിക്ക് MA എടുക്കണമെന്നുണ്ട്, ഇംഗ്ലീഷിലെടുക്കാം, സംസ്കൃതത്തിലെടുക്കാം, മലയാളത്തിലെടുക്കാം, ഞാൻ ഏതാ സ്വാമി എടുക്കേണ്ടത്? സ്വാമി പറഞ്ഞു, നിനക്ക് MA ഒന്നും വേണ്ട, നീ സംസ്കൃതം ഇംഗ്ലീഷും കൂട്ടി പഠി എന്ന് പറഞ്ഞു. അപ്പോൾ കാലം കുറേ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ പഠിച്ചത്, സംസ്കൃതം പഠിച്ചത് എൻ്റെ ഗുരുനാഥൻ ശരിക്കും എന്നിൽ അടിത്തറയുണ്ടാക്കിക്കൊണ്ടാണ്. ഇംഗ്ലീഷ് എനിക്ക് തലശ്ശേരിയിൽ അറിയപ്പെടുന്ന ഗ്രമേറിയനായ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനും പിന്നീട് ഹെഡ് മാസ്റ്ററുമൊക്കെയായ എൻ്റെ നാട്ടുകാരനായ TK ബാലൻ മാസ്റ്റർ, അവരിൽ നിന്ന് 3 തവണ എനിക്ക് ബേസിക് ഗ്രാമർ കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് ഇതിൽ കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ട്. പിന്നെ സ്വാമികൾ എനിക്ക് യോഗാസനം സ്വാമികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആദ്യം തന്നെ ശീർഷാസനമാണ് എടുത്തു തന്നത്. 2-3 ആസനം സ്വാമികൾ എന്നെ കൊണ്ട് ചെയ്യിച്ചു. പിന്നീട് നിൻ്റെ കഴിവ് പോലെ നീ ചെയ്യൂ, ഇതായിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ 10 വർഷം കഴിഞ്ഞപ്പോൾ പ്രാണായാമത്തിലേക്ക് പോയി. ഞാൻ ഈ പ്രാണായാമം കൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ എൻ്റെ പാർക്കിൻസൺസ് യോഗം, വീട്ടിൻ്റെ അകത്തുകൂടി പോലും നടക്കാൻ കഴിയാതെ ഇരുന്ന പാർക്കിൻസൺസ് യോഗം അയാളെ കൊണ്ട് പ്രാണായാമം ചെയ്യിച്ചിട്ട് 2 മാസം കൊണ്ട് അയാളുടെ ഈ രോഗം പൂർണ്ണമായി മാറ്റി. അയാൾ പല സ്ഥലത്തും തനിച്ച് എവിടെയൊക്കെയോ പോയിട്ടുണ്ട് പിന്നീട്. അതേപോലെ പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്ന രോഗം, അത് ആ പ്രാണായാമം അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയില്ല, നേരിട്ട് ചെയ്യിക്കേണ്ടതാണ്. അതും എല്ലാവരും കൊണ്ടും പറ്റില്ല, പ്രത്യേക യോഗ്യതയുള്ളവരായിരിക്കണം. പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്ന പ്രശ്നം, ഇതിപ്പോൾ ഇന്ത്യയിൽ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതിനുള്ള ചികിത്സ ഓപ്പറേഷൻ ചെയ്യാണ്ടുള്ള ഇത് കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ 4-5 വർഷം മുന്നേ എൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവിന് ഈ പ്രശ്നം, അദ്ദേഹത്തിന് 60 വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാൻ വളരെ വിഷമിച്ചിരുന്നു. 3-4 വർഷം കഴിയുമ്പോഴാണ് എന്നോട് പറയുന്നത്, അദ്ദേഹം മൂത്രമൊഴിക്കാൻ നിന്നാൽ വേദന സഹിക്കവയ്യാതെ തലകറങ്ങി വീഴാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിലായപ്പോൾ ഞാൻ കോഴിക്കോടുള്ള ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ മസ്റ്റാണ്, ഇത് മരുന്നും കൊടുത്തു, തൽക്കാലം ഈ മരുന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി 10 മണിക്ക് കാണാം എന്നെ വിളിക്കുന്നു. ഉത്തമട്ടാ, എനിക്ക് ഭയങ്കര വേദന, എന്ത് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നും പറ്റുന്നില്ല. ഉടനെ ഞാനൊന്ന് സ്വാമിയെ മനസ്സിൽ വിചാരിച്ചു. സ്വാമി എൻ്റെ ബുദ്ധിയിലൊന്ന് വന്നു, അത് അയാളോട് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ച് പറഞ്ഞു, എല്ലാം പോയി, വളരെ സുഖമായി. എന്തായി? ഞാൻ പറഞ്ഞു, ഇനി ഒരാഴ്ച ഇതേപോലെ കാലത്ത് ചെയ്യണം. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ അതൊക്കെ മരുന്നൊന്നും കഴിക്കുന്നില്ല, എൻ്റെ പൂർണ്ണമായി സുഖമായി. അദ്ദേഹത്തിന് അത് 4-5 വർഷം കഴിഞ്ഞ് കേട്ടോ, അയാൾക്ക് പിന്നെ വന്നിട്ടേ ഇല്ല. അപ്പോൾ ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് ആർക്കും സ്വന്തമായി ചെയ്യാം. ഇതിന് ഡോക്ടർമാരുടെ സഹായം ആവശ്യമില്ല. ഓപ്പറേഷൻ ആവശ്യമാണ് എന്ന് പറയുന്നവർക്ക് നേരിട്ട് ചെയ്യാം. ഇത് ഞാൻ പറയണമെങ്കിൽ എൻ്റെ ഇത് ആരെങ്കിലും തട്ടിയെടുക്കും. അതുകൊണ്ട് എനിക്ക് ഇത് കേൾക്കുന്നവർ എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ട് അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അവർക്ക് പിന്നെയും കൊടുക്കുക. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഇതിൽ വന്നാലേ ഞാനത് പറയൂ. ഒരാഴ്ച കൊണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്നു ഞാനത് കൊടുക്കുന്നത്. അതിൻ്റെ പുറമെ
പ്രഷർ കൊണ്ട്, ഹൈ പ്രഷർ കൊണ്ട് സ്ട്രോക്ക് വരുന്ന ആ ഒരു അവസ്ഥ, തലച്ചോറിൽ രക്തം കട്ട പിടിക്കുക, രക്തക്കുഴൽ പൊട്ടിയിട്ട് തലച്ചോറിൽ കട്ട പിടിക്കുന്നതാണ് സ്ട്രോക്ക്. അത് വരാതിരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ആ ആസനത്തിലൂടെ തുമ്മൽ പോലെയുള്ള അലർജിയും ഇല്ലാതാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതും ആ ഒരു യോഗ അഭ്യാസം സിമ്പിളാണ്, ചെറിയതാണ്. അതും ഞാൻ കാണിച്ചു കൊടുക്കും. ലോകത്തിന് പബ്ലിക്കായിട്ടാണ്, ലോകത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അത് നിങ്ങളെ കയ്യിലിരിക്കുന്നു. 1000 സബ്സ്ക്രൈബേഴ്സ് ഇതിൽ വരാതെ, ഈ വീഡിയോന് 1000 സബ്സ്ക്രൈബേഴ്സ് വരാതെ ഞാനത് പറയുകയില്ല. കാരണം ഇത് സിമ്പിളല്ല, വെറുതെ തള്ളിക്കളയേണ്ടതല്ല. എത്ര ആൾക്ക്, 1000 അല്ല 10,000 അല്ല, കോടി കണക്കിന് ആൾക്കും കിട്ടണം എന്നുള്ള ആ ആഗ്രഹത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം, വേറെ തരത്തിലാകാൻ പാടില്ല. അപ്പോൾ ഈ ഭഗവത്ഗീത ആരൊക്കെ കേൾക്കുന്നു അവർക്കൊക്കെ ഇത് എന്നെക്കൊണ്ട് ഭഗവാൻ ജയിച്ചതാണ്. ഇത് നിങ്ങൾ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളത്തിൽ പറയുന്നുണ്ട്, ഇംഗ്ലീഷ് ആണെങ്കിലും നിങ്ങളത് കേൾക്കണം. ഭഗവാൻ ചെയ്തതാണ്. അത് നിങ്ങൾക്ക് ഭഗവാന്റെ സാമീപ്യം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ അത് കേൾക്കണം. ഭഗവത്ഗീത പറ്റി എന്താണ് യൂട്യൂബിൽ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കാനായിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് വായിക്കാനും പഠിക്കാനും കഴിയേണ്ട തരത്തിൽ വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഇത് ചെയ്തത്. മനസ്സിലാക്കണം. ഇപ്പോൾ സമീപകാലത്തുള്ള ചില കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭഗവത്ഗീതയുടെ പറയുമ്പോൾ സ്വാഭാവികമായും അതൊക്കെ ആവശ്യമാണ്. നിങ്ങളിത് എല്ലാവരിലേക്കും എത്തിക്കണം, കഴിയുന്നത്ര എത്രയാളിലെത്തിക്കണം. ഈ 2 കാര്യവും. അപ്പോൾ ഭഗവത്ഗീത കേൾക്കണം. ഭഗവത്ഗീത യൂട്യൂബിലെടുത്തിട്ട് നിങ്ങളെല്ലാവരും ഇത് ഇംഗ്ലീഷല്ല, ഇതായിരിക്കും വേണം. അങ്ങനെയാണെങ്കിൽ സംസ്കൃതം ചൊല്ലുമ്പോൾ, ശ്ലോകം ചൊല്ലുമ്പോൾ നിങ്ങൾ കേൾക്കുക, സംസ്കൃത ശ്ലോകം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് അത് കേൾക്കണം. മലയാളവും പറയുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഒന്ന് കേൾക്കൂ. ഞാൻ വെറും SSLC-കാരനാണ്. SSLC-കാരൻ പറയുന്നത് പോലെയാണോ ആ ഇംഗ്ലീഷെന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കൂ. ഭഗവാന്റെ സഹായമില്ലാതെ ആ SSLC വരെ മാത്രമേ ഞാൻ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളൂ. ഈ സംഗതി ഇതുപോലെ എനിക്ക് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ ഭഗവത്ഗീത ചെയ്ത കാര്യം ഞാൻ പറയാം. ഞാൻ റിട്ടയർ ചെയ്യാറാവുമ്പോൾ എന്നെ പ്രൈവറ്റ് സ്കൂളിൽ വിളിച്ചിരുന്നു. ഉച്ചവരെ വന്നാൽ മതി, 3500 രൂപ ശമ്പളം തരും. അന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ അതുപോലെ മാതൃഭൂമിയിൽ ഒരു പ്രൂഫ് റീഡിന് ഇൻ്റർവ്യൂവിന് പോയിരുന്നു. നിങ്ങൾ എടുക്കുമോ എന്നേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ രാത്രി ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഒഴിവാക്കി. ഞാൻ അതായിരുന്നു റിട്ടയർ ചെയ്താൽ അങ്ങനെയൊന്ന് വേണമെന്നായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ പോകാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ പോയി. സ്വാമി സമാധിയായിട്ട് എത്രയോ വർഷമായിരിക്കുന്നു. അവിടെ ക്ഷേത്രത്തിൽ പോയി നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ചോദിച്ചു, സ്വാമി, എനിക്ക് മരിക്കുന്നത് വരെ എന്തെങ്കിലും ജോലി ചെയ്യണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളറിയണം, എൻ്റെ തലയിൽ നിന്ന് ആരോ പറഞ്ഞു, നീ ഭഗവത്ഗീത ഇംഗ്ലീഷിൽ ചെയ്യൂ. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ മനസ്സിൽ പോലും അത് കണക്കാക്കിയിട്ടില്ല. വേറെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ വാസ്തു ഇംഗ്ലീഷിൽ ചെയ്യാൻ അതിന് വേണ്ട സജ്ജീകരണമൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അതിൽ കുറേ സാങ്കേതികത്വം ഉള്ളതുകൊണ്ട് സങ്കേതങ്ങളുണ്ട്. ഈശ്വരനുമായിട്ട്, വസുരനായിട്ട്, മറ്റേതായിട്ടുള്ള അത് വേണോ അത് വേണ്ടെന്നല്ല ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങനെയാണ് ഇതിങ്ങനെ വന്നത്. അപ്പോൾ അല്ലെങ്കിൽ ആയുർവേദം, അല്ലെങ്കിൽ സാഹിത്യശാസ്ത്രം, അല്ലെങ്കിൽ നാട്യശാസ്ത്രം, ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ ഇംഗ്ലീഷിലേക്കാക്കാം. ഞാൻ അത്രയൊക്കെ കണക്കാക്കിയിട്ടുള്ളൂ. ഭഗവത്ഗീത ഇംഗ്ലീഷിൽ ചെയ്യണമെന്ന് എന്നോട് പറയുമെന്നാ ഞാൻ കണക്കാക്കിയിട്ടില്ലേ. ഞാൻ ശിരസ്സ വഹിച്ചു. ആരാ എന്നോട്? സ്വാമി, എൻ്റെ ഗുരുവാണ് പറഞ്ഞത്. അപ്പോൾ
ഞാൻ സ്വാമികളുമായി ഇപ്പോഴും ഈ ശീർഷാസ് ഇത് പ്രോസ്ട്രേറ്റിന് ഞാൻ സ്വാമിയെ ചിന്തിച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ പാർക്കിൻസൺസിന് സ്വാമിയല്ലേ എന്നെ യോഗ പഠിപ്പിച്ചു, സ്വാമിയെ ചിന്തിച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ ഈ ഭഗവത്ഗീത ഞാൻ ചിന്തിച്ചിട്ടല്ല, ഇത് ഭഗവാൻ കൃഷ്ണൻ തന്നെ ചെയ്തതാണ്, അല്ലാണ്ട് കഴിയില്ല. വിശ്വസിക്കണം നിങ്ങൾ. ഭഗവത്ഗീതയും കൃഷ്ണനല്ലാണ്ട് വേറെ ആർക്കും, വ്യാസനൊന്നും പുസ്തകത്തിന് മഹാഭാരതത്തിൻ്റെ കൂടെ അത് ചേർക്കാൻ പറ്റുകയില്ല. ആധികാരികമായിട്ട് ഭഗവാൻ പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവായതുകൊണ്ട് പറഞ്ഞതാണത്. അതാണ് നിങ്ങളിത് കേൾക്കണം. മനസ്സിലാവുന്നില്ലെങ്കിലും ഈശ്വരനെ വിചാരിച്ചുകൊണ്ട്, ഈശ്വരവിശ്വാസമുള്ളവരെ കേൾക്കണ്ടു. ഭഗവത്ഗീത എല്ലാവർക്കും കേൾക്കാം, എന്നാലും വിശ്വാസമുണ്ടെങ്കിൽ മാത്രം കേൾക്കുക. നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് ഭഗവത്ഗീത എഴുതാനൊക്കെ കാരണം ഇങ്ങനെയൊക്കെയാണ്. എന്നെ സംസ്കൃതം എല്ലാം അടിത്തറവാക്കിക്കൊണ്ട് ജയിച്ചു. അതായത് ഞാനൊന്ന് പറയാം, അമരകോശം പഠിപ്പിച്ചു. അതാ പാർവതിയുടെ പേരുകൾ: ഉമാ, കാത്യായനി, ഗൗരി, കാളി, ഹൈമവതി, ഈശ്വരി, ശിവഭവാനി, രുദ്രാണി, സർവാണി, സർവമംഗല, അപർണ, പാർവതി, ദുർഗ, മൃഡാനി, ചണ്ഡിക, അംബിക. ഇത്രയും ഇതാണ് അമരകോശം. ഇതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ ബൈഹാർട്ട് പഠിപ്പിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കണം. ഇതൊക്കെ ആദ്യമേ എന്നിൽ ചെയ്യാനുള്ള കടമയായിട്ട് ഞാൻ ഇതൊക്കെ അതിൻ്റെ അടിത്തറയാണ്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടി സംസ്കൃതത്തിൽ നാടകം എഴുതിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് പ്രബന്ധം, പ്രസംഗം, കഥാരചന, കവിത എല്ലാം ഞാൻ കുട്ടികൾക്ക് മത്സരത്തിന് വേണ്ടി ചെയ്തു കൊടുത്തു. ഇതൊക്കെ അക്ഷരശ്ലോകം 170 ശ്ലോകം ഒരു കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കും ബൈഹാർട്ടായിപ്പോയി. ഇതൊക്കെ അതുപോലെ പുറമെ 1000 വർഷത്തിനിപ്പുറം ഒരാളും ചെയ്യാത്ത ഒരു മഹാകാവ്യം, സംസ്കൃതത്തിലൊരു മഹാകാവ്യം ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആരും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയില്ല. ഭാഷ കാവ്യത്തിലേക്ക് ആക്കണ്ടിക്കൽ വലിയ പണിയുണ്ട് കവിതയിലൂടെ കൊണ്ടുപോകാൻ. ഓക്കെ, നമസ്തേ. നിങ്ങൾ ഇത് കാര്യമായി കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരിലും എത്തിക്കണം. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആദ്യം തരണം. എന്നാൽ അതിൻ്റെ ശേഷമായി ഞാനിതൊക്കെ പറയൂ. എന്താണെന്ന് പറഞ്ഞാൽ ഇത് വെറുതെ ആയി പോകരുത്. വെറുതെ വലിയൊരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞ് കൊളാക്കൂല. അത് യോഗാസനം, പ്രോസ്ട്രേറ്റ്, തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്ന സ്ട്രോക്ക്, അതും ഒഴിവാക്കാൻ കഴിയുന്ന 2 തരം ഒരു യോഗാസനം ഞാൻ പറഞ്ഞു തരും. അതും ചെയ്യണമെങ്കിൽ ആദ്യം ഈ വീഡിയോയിൽ 1000 സബ്സ്ക്രൈബേഴ്സെങ്കിലും വരണം. ഓക്കെ, നമസ്തേ.